വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ദൈവവിളി വസന്തം. പ്രഥമ വ്രതവാഗ്ദാനം നടത്തിയത് 52 യുവതികൾ. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ രൂപം കൊണ്ട ആദ്യ കത്തോലിക്ക സന്യാസിനി സമൂഹമായ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി അംഗങ്ങളായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 52 യുവതികൾ പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. മാതാവിന്റെ അമലോത്ഭവ തിരുനാൾ ദിനമായ ഡിസംബർ 8 മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലെ മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ് ഇൻ ഷില്ലോങ് കത്തീഡ്രലിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ. ഭോപ്പാലിലെ മുൻ മെത്രാപ്പൊലീത്തയായിരുന്ന ലിയോ കൊർണേലിയോ അർപ്പിച്ച ആഘോഷപൂർവമായ വിശുദ്ധ കുർബാനയിൽ മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ് സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറലായ സിസ്റ്റർ ഫിലോമിന മാത്യൂസ് കർത്താവിന്റെ പുതുമണവാട്ടിമാരുടെ വ്രതവാഗ്ദാനം സ്വീകരിച്ചു. സന്യാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സന്തോഷകരമായ നിമിഷമാണെന്നും ഈ യുവതികൾ സഭയ്ക്കും സമൂഹത്തിനും മുതൽക്കൂട്ടാണെന്നും ഊർജ്ജസ്വലരായ പുതിയ അംഗങ്ങളുടെ വരവ് തിരുസഭയ്ക്ക് കൂടുതൽ ശക്തി പകരുമെന്നും സിസ്റ്റർ ഫിലോമിന പറഞ്ഞു. ഇവരുടെ ദൈവവിളി അനുസരിച്ചുകൊണ്ട് അവരെ ദൈവസേവനത്തിന് അയക്കുവാൻ തയ്യാറായ മാതാപിതാക്കൾക്ക് നന്ദി പറയുവാനും സിസ്റ്റർ ഫിലോമിന മറന്നില്ല. വിശുദ്ധ ജോൺ പോൾ രണ്ടാമനെ ഉദ്ധരിച്ചുകൊണ്ട് സുവിശേഷത്തിന്റെ സംരക്ഷകർ എന്ന നിലയിൽ സ്ത്രീകൾ സഭാദൗത്യത്തിൽ വഹിക്കുന്ന പങ്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മെത്രാപ്പൊലീത്ത തന്റെ സന്ദേശത്തിൽ സൂചിപ്പിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആസാമിലെ ഹാട്ടിഗോണിലെ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിൽ വെച്ച് ഇതേ സമൂഹങ്ങളായ 36 കന്യാസ്ത്രീകൾ നിത്യവ്രത വാഗ്ദാനം നടത്തിയിരുന്നു. ഗുവാഹത്തി മെത്രാപ്പൊലീത്ത ജോൺ മൂലച്ചിറ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 1942 ഒക്ടോബർ 24 ഗുവാഹട്ടിയിൽ വെച്ച് ബിഷപ്പ് സ്റ്റീഫൻ ഫെർണാണ്ടോയാണ് മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ് സമൂഹം സ്ഥാപിച്ചത്. പോകൂ, സുവിശേഷം പ്രഘോഷിക്കൂ എന്നതാണ് സഭയുടെ മുദ്രാവാക്യം. സന്യാസ സമൂഹത്തിന്റെ നൊവീഷ്യേറ്റിന്റെ ആദ്യ വർഷത്തിൽ 66 പേർ ഉണ്ടായിരുന്നിടത്ത് രണ്ടാം വർഷത്തിൽ അത് 72 ഉയർന്നു. 6 യുവതികളുമായി തുടങ്ങിയ സമൂഹത്തിന് ഇന്ന് ഇന്ത്യ, മ്യാൻമർ, നേപ്പാൾ, ഹവായി, ലൊസോത്തോ എന്നിവിടങ്ങളിലെ ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ 1300ഓളം അംഗങ്ങളുണ്ട്.